ചെറുക്കന്റെ ഒരു കുന്തളിപ്പ് കണ്ടില്ലേ? വലിയ ലയണൽ മെസ്സി ആണെന്ന് അവന്റെ വിചാരം. ഈ ചെറുക്കന് വട്ട. നടുറോഡ് ഇന്ന് കാണിക്കുന്ന കോലം കണ്ടില്ലേ? എടാ പ്രണവേ, നിക്ക്, ഓടല്ലേടാ. നോക്ക് മാഡം, അവൻ ഓടിപ്പോയി. ഇനി അവനെ പിടിച്ചാ കിട്ടില്ല. ക്ലാസ്സിൽ കയറാതെ എവിടെയെങ്കിലും ഒക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കും. വീണ്ടും ടീച്ചേഴ്സ് അവന്റെ പേരിൽ ആക്ഷൻ എടുക്കും. നോക്ക് മാഡം, ശ്രുതി ആന്റിയുടെ മേഡം എന്ത് സമാധാനം പറയും? അവൻ തിരിച്ചു വരുന്നാണോ മാഡം പറയുന്നേ? എന്തോ എനിക്ക് തോന്നുന്നില്ല. ഈ കാന്താരി എനിക്കിട്ട് പണിതത് നമ്മളെ ഒറ്റിയത് അവനാ. ഈ നത്ത് ചെറുക്കനോ? എങ്കിൽ അവനെ വെറുതെ വിടരുത്. മാഡം പറഞ്ഞത് ശരിയാ. ദേ അവൻ തിരിച്ചു വരുന്നു. ഞങ്ങളുടെ കൈവെട്ടി ചോടിയിട്ട് നീ എന്തിനാ തിരിച്ചു വന്നത്? നാർക്കോട്ടിക്സ് ആണ് അയാളുടെ ബിസിനസ്. ഡോണോ? ആ അങ്കിളുമാരോ? ഒന്നുമല്ല. ആ അങ്കിളുമാര് നമ്മുടെ സ്കൂളിന്റെ അടുത്തുള്ളവരാ. എനിക്ക് അവരെ നന്നായിട്ട് അറിയാം. ഇവന് വട്ടാ മാഡം. സുഭാഷ് സാറേ, മാനേജർ ആന്റി വിളിക്കുന്നു. മാഡം, എന്താ മാഡം? എന്താ മാഡം, എന്താ പറഞ്ഞേ? എന്നെ കൂടി അവരുടെ കൂടെ ഫുട്ബോൾ കളിപ്പിക്കണോന്നാ മാനേജർ ആന്റി പറയുന്നത്. ആണോ മാഡം? ഇവനെയോ? ഇവനെ ഫുട്ബോൾ കൂടി പ്രാക്ടീസ് ചെയ്യിക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. അല്ലെങ്കിലും മാഡം, ഈ പീക്രി ഒന്നും ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യിക്കാനുള്ള പ്രായമായിട്ടില്ല. അത് മാത്രമല്ല, ഇവനും ഞാനായിട്ട് ശരിയായിട്ട് പോവൂല്ല. എന്താ മാഡം ഉദ്ദേശിച്ചത്? അവരുടെ കൂടെ എന്നെ കൂടി പഠിപ്പിക്കുന്നതിന് എന്താ കുഴപ്പമെന്നാ മാനേജർ ആന്റി പറഞ്ഞത്. ആഹാ, ഇവരെ കൂടെ ഇവനെയോ? ആ, എന്റെ മേഡം, ഇവരെ കൂട്ടത്തിൽ ഇപ്പൊ ഇവനെ കൂട്ടാൻ പറ്റത്തില്ല. മിനിമം ഒരു 3-4 കൊല്ലം കഴിയാതെ ഇവനെ ഒന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്നേ. അതുവരെ ഇവൻ ഈ സ്കൂളിൽ തന്നെ കാണുമെന്ന് എന്താ ഉറപ്പ്?
ഇവരുടെ കൂട്ടത്തിൽ എന്നെ ഫുട്ബോൾ ഓടിപ്പിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പമെന്നാ മാനേജർ ആന്റി ചോദിച്ചത്. അതെ മാഡം, അങ്ങനെ പല കുട്ടികളെയും പല സമയത്ത് പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ദേ മാഡത്തിന് കാര്യം അറിയാലോ, ഒന്നാമത് 40-40 ലക്ഷം റുപ്യ എണ്ണി കൊടുത്തിട്ടാ ദേ ഞാൻ ഈ ജോലി കയറിയത്. എന്നിട്ട് അതൊന്ന് സ്ഥിരമായത് പോലുമില്ല. ഇപ്പോഴും എന്റെ കാര്യം തന്നെ തുലാസിലാടുക. ആദ്യം അതൊന്ന് ശരിയാവട്ടെ, എന്നിട്ട് ആലോചിക്കാം ഈ കൊച്ചു കാന്താരിയെ ഫുട്ബോൾ പഠിപ്പിക്കുന്ന കാര്യം. മാഡം എന്താ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെയും കൂടി ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചില്ലെങ്കിലേ സാറിനെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടുമെന്നാ മാനേജർ ആന്റി പറഞ്ഞത്. ആണോ മാഡം? സാറേ, ദേ മാനേജർ ആന്റി പറഞ്ഞാലേ പറഞ്ഞതാ. എന്നെ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചില്ലെങ്കിലേ സാർ കൊടുത്ത കാശും പോവും ജോലിയും പോവും. നോക്കിക്കോ. ഇനി മുതൽ ഇവനെ കൂടി നിങ്ങളെ കൂടെ പ്രാക്ടീസിന് ചേർക്ക്. എടാ പോടാ, പോയി പ്രാക്ടീസ് ചെയ്യടാ. മാഡം ഉള്ളിലെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. മാഡം പറഞ്ഞ ഇവനേന്നല്ല, ഈ സ്കൂളിലെ ഏത് കുട്ടിക്കും സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കും ഞാൻ. എന്റെ ജോലിന്റെ കാര്യം ഒന്ന് ശരിയാക്കണം. ദൈവമേ, ഈ മിണ്ടാപ്പൂച്ചക്കെങ്കിലും മനുഷ്യപ്പറ്റുണ്ടാവുന്ന ഞാൻ കരുതി. വന്ന് ഈ ഉരിയാടാ പെണ്ണിന്റെ ഭീഷണി ഞാൻ സഹിക്കേണ്ട അവസ്ഥയാണല്ലോ. എൻ്റെ ഒരു തലവിധി.